Hello friends, welcome to my channel. Happy Diwali to all of you. നമുക്ക് ഇന്നൊരു സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുനാഫയാണ്. എളുപ്പം നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. हम बनाने जा रहे दिवाली स्पेशल कुनाफा. दिखाएंगे कैसे है. നമുക്ക് कुनाफा का फिलिंग ഉണ്ടാക്കാം. कुनाफे के लिए फिलिंग बनाएंगे. 1 टेबल स्पून കോൺസ്റ്റാർച്ച്, 1 ടേബിൾ സ്പൂൺ കോൺസ്റ്റാർച്ച് ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇതിനകത്തോട്ട് 1/2 കപ്പ് പാൽ ഒഴിക്കുകയാണ്. റൂം ടെമ്പറേച്ചറിലെ പാലാണ്. रूम टेम्परेचर का दूध डाल रहे 1/2 कप. कॉर्नफ्लोर में दूध डाल के थोड़ा अच्छे से मिक्स कर दीजिएगा. കോൺഫ്ലോറിനകത്തോട്ട് പാലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ എടുക്കണം. अच्छे से मिक्स कर दीजिएगा. बिल्कुल इसमें लम्प नहीं है. 1 कप दूध, 1 കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോസ് പാനിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. സോസ് പാൻ में डाल रहे കോൺസ്റ്റാർച്ച് भी डाल रहे കോൺസ്റ്റാർച്ചും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓൺ ചെയ്ത് കുറുക്കിയെടുക്കുക. ഫ്ലെയിം ഓൺ करके अच्छे से क्रीम बनाएंगे. കുറുക്ക് നല്ലതായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. കോൺസ്റ്റാർച്ച് डाल के क्रीम बनाया है. अच्छे से बॉईल हो गया. बंद करेंगे. നമുക്കിതൊന്ന് ഓഫ് ചെയ്തെടുക്കാം. ചീസാണ് എടുത്തിരിക്കുന്നത്. 100 ഗ്രാം എടുത്തിട്ടുണ്ട്. നമുക്ക് പകുതി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. डाइस चीज़ लिया है 100 ग्राम है. हाफ अभी एक क्रीम में डालेंगे. പകുതി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം 2 ടേബിൾ സ്പൂൺ वो भी डालेंगे. ഒരു 200 ഗ്രാം കണ്ടൻസ് മിൽക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 200 ग्राम कंडेंस मिल्क अभी इस क्रीम में डाला है. अच्छे से मिक्स कर दीजिए. നല്ലതായിട്ട് ഇത് ക്രീം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. സിൽക്കി സ്മൂത്ത് होना चाहिए. हल्के सिल्की स्मूथ ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. अच्छे से मिक्स करके ठंडा करने के लिए रखेंगे. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് നമുക്ക് തണുക്കാൻ വെക്കാം. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. इसके लिए शुगर सिरप बनाना है. आधा कप चीनी, 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം, आधा कप पानी. अच्छे से बॉईल करना है. നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കാം. शुगर सिरप बॉईल आई गई है. शुगर सिरप बॉईल हो गया. अभी इसमें हम इलायची का पाउडर डाल दें 1 टीस्पून. 1 टीस्पून ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 നാരങ്ങയുടെ നീര്, 1/2 नींबू रस जोड़ेंगे. ऑफ करेंगे. ऑफ ചെയ്ത് കൊടുക്കാം. നമുക്ക് തണുക്കാൻ വെക്കാം. സ്റ്റൗ से निकाल के ठंडा करने के लिए रखेंगे. 250 ഗ്രാം വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. ഈ വെർമിസെല്ലി ഒരു സ്പെഷ്യലാണ്. ഇത്തിരി കട്ടി കുറഞ്ഞ ചകിരിനാര് പോലെ ആയിരിക്കുന്ന एकदम पतला वाला സമയ लेना है. സമയ 250 ले लिया. സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഇത് കിട്ടും. നമുക്കിത് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി ഇത് പൊടിച്ചെടുക്കാം. നോക്കിയേ, ऐसे क्रश करने से हो जाएगा. अच्छे से क्रश कर दीजिए. നല്ലതായിട്ട് 250 ഗ്രാം ക്രഷ് ചെയ്തെടുക്കാം. സേമിയ നല്ലതായിട്ട് ഞാൻ പൊടിച്ച് കഴിഞ്ഞു. अच्छे से क्रश करके रखा है. 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. 100 ഗ്രാം ബട്ടർ लिया है. थोड़ा थोड़ा डाल के अच्छे से मिक्स कर दीजिए. കുറച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ആകത്തക്ക രീതി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ബാക്കി ബി ഡാൽക്കെ ബാക്കിയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബാക്കി ബി ഡാൽക്കെ अच्छे से मिक्स कर दीजिए. अच्छे से वेट हो गया. നല്ലതായിട്ട് നനഞ്ഞതുപോലെ വരും. ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് 1 ടീസ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ ബട്ടർ ഡാൽക്കെ പാൻ थोड़ा अच्छे से ग्रीस कर दीजिए. നമ്മൾ തവയൊന്ന് നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കാം. വെർമിസെല്ലിയുടെ ഞാൻ പകുതി എടുക്കാൻ പോവാണ്. आधा വെർമിസെല്ലി निकाल रहे. अच्छे से सेट करना है. നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കണം. अच्छे से सब तरफ स्प्रेड करके रख दीजिएगा. ആദ്യമായിട്ട് വെർമിസെല്ലി നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് നമുക്കിങ്ങനെ നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. अच्छे से स्प्रेड करके अच्छे से प्रेस करना है. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീം നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. स्प्रेड ചെയ്ത് കൊടുക്കുക. थोड़ा स्प्रेड करना है. നോക്കിക്കേ, ബാക്കി വന്ന ചീസ് നമുക്ക് ഈ ക്രീമിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാം. ബാക്കി रखा था वो चीज़ इसका ऊपर में डालेंगे. चीज़ मुझे ഞാൻ ഇട്ട് കഴിഞ്ഞു. चीज़ पूरा स्प्रेड करके डाला है. इसका ऊपर में बाकी था वो वाला വെർമിസെല്ലി डालेंगे. വെർമിസെല്ലി ഇതിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്യും. क्रीम का ऊपर में വെർമിസെല്ലി पूरा कवर कर दीजिएगा. വെർമിസെല്ലി ക്രീമിൻ്റെ മേളിൽ മുഴുവൻ കവർ ചെയ്ത് വെക്കണം. നന്നായിട്ട് ഞാൻ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രീം पूरा अच्छे से कवर करके दबा के रखा है.
നന്നായിട്ട് പ്രസ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വെക്കാം. 10 മിനിറ്റ് ലോ ഫ്ലെയിം में डाल के रखेंगे. നമ്മൾ 10 മിനിറ്റായി, നമുക്കിത് ഓഫ് ചെയ്യാം. 10 മിനിറ്റ് हो गया, ഓഫ് करके देखेंगे. സെയിം അളവിലുള്ള ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. സെയിം സൈസ് का एक तो दूसरा पैन लिया है. ये थोड़ा पलटी करना है. നമുക്കിതൊന്ന് മറിച്ചിടണം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്കിതൊന്ന് മറിച്ചിടാം. ഇത് മറിച്ചിട്ട് കഴിഞ്ഞു. നോക്കിക്കേ, ये पलटी किया है. देखिए अभी और एक बार भी बंद करना है. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ അടച്ചു വെച്ച് 5 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. 5 मिनट भी लो फ्लेम में डाल के रखेंगे. 5 मिनट ആയിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. 5 मिनट हो गया, ऑफ करके देखेंगे. നമുക്കൊരു വേറെ പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഇത് दूसरा बर्तन में डालेंगे. ഇത് മറിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. അതിനകത്തോട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. अभी हम लोग बना के रखा था शुगर सिरप, अभी डालेंगे. देखिए ये डेकोरेट करने के लिए पिस्ता छोटा छोटा काट के रखा है. पिस्ता നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നാണ് നമുക്ക് ഇട്ട് കൊടുക്കുക. മുറിച്ച് നോക്കണ്ടേ? കുനാഫ थोड़ा कट करके देखेंगे. कुनाफा अड्डीपोलियाയിട്ട് റെഡി ആയിട്ടുണ്ട്. कुनाफा एकदम बढ़िया से बनाया है. सब लोग घर में ट्राई करके देखिएगा. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ഡിഷാണ് കുനാഫ. റെഡി ആയിട്ടുണ്ട്. നാട്ടിൽ പോയപ്പോഴൊക്കെ ഞാൻ പല പ്രാവശ്യവും റെസ്റ്റോറൻറ്റിലെല്ലാം പോയി കഴിച്ചു. നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കിയതാണ്. ഒത്തിരി നല്ലതായിട്ടുണ്ടായിട്ടുണ്ട്. എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. ജൽദി ബനാ സക്താ ഹൈ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.